വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വെറൈറ്റി സാധനമായിട്ട് വന്നിട്ടുണ്ടേ. നമ്മൾ കുറച്ച് ക്യാരറ്റ് കിട്ടി, 2 കിലോ 100 വെച്ച് ക്യാരറ്റ് കിട്ടി, വഴിയിൽ നിന്ന് മേടിച്ചാണ്. അങ്ങനെ വിൽക്കുന്നുണ്ട്, അപ്പോൾ മേടിച്ചാൽ ഞാൻ കൊടുത്തുന്ന വെറുതെ ചീത്തയാക്കി കളയണ്ടല്ലോ. അത് ക്യാരറ്റ് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പായിട്ട് കാണാം കേട്ടോ. ഞാൻ നല്ലെണ്ണയിലൊന്നും അച്ചാറിടൂലേ, എനിക്കത് ഇഷ്ടമല്ല. നമുക്ക് വെളിച്ചെണ്ണയിലൊന്നും ഞാൻ അച്ചാറിടുന്ന ഇഷ്ടം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക്, ആദ്യം പൊട്ടട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്, നല്ലോണം പൊട്ടട്ടെ. ഇത് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളിടുന്ന അച്ചാറല്ല. നിങ്ങൾ അത് മനസ്സിൽ കണ്ട് ഈ അച്ചാർ ഊഹിക്കരുതേ. ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ ഇടുന്നതാണ്. ഞാനിത് വെറുതെ കളയണ്ടല്ലോ എന്നോർത്ത് ഇടുന്ന ഒരു അച്ചാറാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉലുവ, ഉലുവയും ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മൂപ്പിച്ച് കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, കടുകും എല്ലാം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലോണം വഴണം. അതൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ക്യാരറ്റ്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് വാടി നല്ലോണം വേകട്ടെ. ക്യാരറ്റിന് അത്യാവശ്യം നമുക്ക് വേവുണ്ടല്ലോ. ഇപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് പാവക്ക ഇടണമെങ്കിൽ പാവക്ക ഇടാം. ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടച്ചൊന്നും വെച്ച് വേവിക്കണ്ട. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് തീയിൽ കിടന്ന് ഇങ്ങനെ വേകട്ടെ. ഇടക്കിടക്ക് നമുക്ക് ഇളക്കി വാട്ടിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വാടി വരുമ്പോൾ ഉപ്പ് പിടിച്ചിരിക്കുമല്ലോ. അരിയലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും അരി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ എന്താ
ഇങ്ങനെ ഓരോ കഷ്ണമായിട്ടാണ്. ഇവിടെ ചേട്ടക്കൊന്നും അച്ചാർ ഇഷ്ടമല്ലേ, അച്ചാറിൻ്റെ ആൾ ഞാനും മോളുമാണ്. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അങ്ങോട്ട് ഓവർ കുക്കാക്കരുതേ. അങ്ങനെ ഓവർ കുക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിടുമ്പോൾ കുഴഞ്ഞു പോകും. നമുക്ക് ഒരു കഷ്ണം കിട്ടണമല്ലോ, ആ രീതിയിൽ മാത്രം ക്യാരറ്റിനെ വേവിച്ചാൽ മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇവിടെ കുറച്ച് ഇടുന്നില്ലേ, മക്കൾക്കും കൂടി കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അച്ചാറാകുമ്പോൾ എരിവ് വേണം, എന്നാലും കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കാം. മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇങ്ങനെ കുത്തുമ്പോൾ വിട്ടു തന്നെ കേട്ടോ. ഈ പാകത്തിന് മതി കേട്ടോ, ഓവർ കുക്കാക്കരുതേ. പിന്നെ അവിടെ പാകത്തിന് ബിരിയാണി, നല്ല അടിപൊളി ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അധികം ഇളക്കണ്ട, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയായിരുന്നു. പുളി ഉപ്പും എല്ലാം ഉണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ക്യാരറ്റ് അച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നും കൂടി പറയണേ. ഇത് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം വന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം വീട്ടിൽ ചെന്നപ്പോൾ അച്ചാറല്ല, സാധാരണ നമുക്ക് നാരങ്ങ അച്ചാറായിരിക്കുമല്ലോ, ഇവിടെ ഈ ക്യാരറ്റ് അത് മഞ്ഞ കളറിലിരുന്ന് വെച്ച് ക്യാരറ്റ്, പാവക്ക, നമ്മുടെ കുക്കുംബറില്ലേ, കുക്കുംബർ, അതൊക്കെ ഇട്ട ഒരച്ചാറാണ് തന്നത്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പാവക്കയ്ക്കാണെങ്കിലും കയ്പില്ല, അച്ചാറിനിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഞ്ഞ കളറിലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചുവപ്പ് കളറിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഇരിക്കണുണ്ട്, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ട്രൈ ചെയ്തത്. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.